നീ പോകും വഴിയിൽ വരം കാത്തു നിന്നു ഒരു നോക്കു നൽകാതകന്നു നീ. പാട്ട് തരുമ്പോൾ ഫുൾ പാട്ടായിട്ട് തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ദർശന എന്നുള്ള വേർഡും ഉണ്ടായിരുന്നു. ദർശനനെ വിളിച്ചിട്ട് ബാക്കി എന്ത് അറിയണം എന്നുള്ളതാണ് എനിക്ക് ഉണ്ടായിരുന്ന ചലഞ്ച്. അപ്പോൾ ക്രിഞ്ച് ആവാനും പാടില്ല. ഒന്നാമത് പേര് വിളിക്കണതാണല്ലോ. ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് കാർ ഓടിച്ച് പോകുമ്പോഴാണ് ആ പാട്ട് എഴുതുന്നത്. നാട്ടിലെത്തിയിട്ട് അയച്ചു കൊടുത്തു. മെസ്സേജ് കണ്ടു, പക്ഷെ ഒരു 10-20 മിനിറ്റ് ഒന്നുമില്ല, റിപ്ലൈ ഒന്നുമില്ല. ബ്ലൂടിക്ക് ആയിട്ടുണ്ട്. ഇടയിൽ വരുന്നൊരു പോർഷൻ ഉണ്ട്. അതാക്ഷൻ്റെ സംസ്കൃതം എന്നാണ് പറഞ്ഞത്. സംസ്കൃതം അറിയില്ല. ആദ്യം തന്നെ സേഫ് സോൺ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും വാക്കുകൾ തപ്പി അതൊരു പോർഷൻ എഴുതി വെച്ചു. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക്. അത് എന്ത് പാടാന്നൊന്നും അറിയില്ലായിരുന്നു. അത് പാടി നമ്മുടെയൊക്കെ ലൈഫ് പോലെ തന്നെ ഒരു പാട്ടായിരുന്നു. ആ സമയത്ത് അത് കേൾക്കുമ്പോൾ ഒരു വലിയൊരു പാട്ടായി മാറുമെന്നുള്ളൊരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പാടി കഴിഞ്ഞിട്ടാണ് അറിയണത് മമ്മൂക്കയുടെ മൂവിയാണ്. ഇത്രയും വലിയൊരു പടാന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. എൻ്റെ വീട് കാസർഗോഡാണ്. എറണാകുളത്തുള്ള ഒരു കോളേജിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരുന്നത് തന്നെ മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതുണ്ട്. മറൈൻ ഡ്രൈവിന്റെ തൊട്ടടുത്താണെന്ന് വിചാരിച്ചിട്ടാണ് കോതമംഗലത്തുള്ള MA കോളേജിൽ ചേരുന്നത്. നമ്മുടെ മൊത്തം ഒരു ടേസ്റ്റ് മാറിയത് അവിടെ നിന്നാണ്. നായകന്റെ ചിരപരിചിതരുടെ മൊഴി നിൻമൊഴിയാലാദ്യമായി. ഈ ഒരു പാട്ടിന്റെ താഴെ പോയിട്ട് കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ പാട്ട് സിനിമയിൽ വന്നു പോയതേ അറിഞ്ഞില്ല, അത്രയും ഒരു മെൽറ്റിംഗ് ആയിട്ടത് പോയി എന്നുള്ളത്. എന്നും കണി കാണുവാൻ ഞാൻ കൊതിച്ചുവെങ്കിലും മായുന്നു നീങ്ങു ദൂരെ. എഴുതിയ പാട്ടുകളിൽ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കണ്ണിൽ കണ്ണിൽ എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ റീസെന്റ് ഹായ് നാനൽ ഇതളെ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഇതിലായിരുന്നു. അതൊന്നും ഒരിക്കലും ആൾക്കാർ കേൾക്കുന്ന, കാരണം അതൊരു സിറ്റുവേഷണൽ സോങ്ങാണ്. ഒരു പ്രൊമോഷന് വേണ്ടി ഇറക്കും അങ്ങനെയൊന്നും ചെയ്യുന്നൊരു സോങ് അല്ല. കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലു പോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. നമസ്കാരം, മ്യൂസിക് സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂടെ അരുൺ ആലാട്ടാണ്. സ്വാഗതം. താങ്ക് യു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് സ്വപ്നം പോലെ നീ സമാഗമം അങ്ങനെ തോന്നുന്നേ. ഞാൻ അത്ര എക്സൈറ്റഡ് ആയിട്ട് വന്നു, പക്ഷെ എനിക്കിപ്പോൾ ചുമയും ജലദോഷമൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സിനിമയും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകണം. നന്നായിട്ട് പാടി. താങ്ക് യു. ചേട്ടൻ്റെ ഫസ്റ്റ് മൂവി തുടങ്ങുമ്പോൾ പ്ലേ ബാക്ക് സിംഗർ ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ സ്വപ്നം ഒരു ചാക്ക് ആ ഒരു പാട്ടാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അതിലേക്കുള്ള അതിൽ തന്നെ നമുക്ക് തുടങ്ങാം, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ. ഓക്കെ, വളരെ പഴയ കഥയാണ്. ഞാൻ കോളേജിൽ MA കോളേജ് കോതമംഗലത്താണ് പഠിച്ചത്, ബിടെക്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഇയറിൽ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ബിജുപാൽ സാറിൻ്റെ വിളി വന്നത്. അപ്പം അത് എന്ത് പാടാമെന്നൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ അത് പാടി നമ്മുടെയൊക്കെ എന്താ ലൈഫ് പോലെ തന്നെ ഒരു പാട്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അത് കേൾക്കുമ്പോൾ കേട്ടപ്പം ഒരു ഇത്രയും വലിയൊരു പാട്ടായി മാറുമെന്നുള്ളൊരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം വരികളൊക്കെ കുറച്ച് തമാശ രൂപത്തിലുള്ള വരികളാണ്. പക്ഷേ പാടി കഴിഞ്ഞിട്ടാണ് അറിയണത് പിന്നെ മമ്മൂക്കയുടെ മൂവിയാണ്. കാരണം ആ സമയത്ത് മാർട്ടിൻ പ്രക്കാട്ട് എന്ന് പറയുന്ന ഡയറക്ടർ നവാഗത സംവിധായകനാണ്. ബിജുപാൽ സാറും അത്രയും പോപ്പുലറായി വരുന്നേ ഉള്ളൂ. അപ്പം ഇത്രയും വലിയൊരു പടാന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷെ പാട്ടിറങ്ങി അത് എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്ത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്റ്റാർട്ട് കിട്ടിയ സിംഗേഴ്സ് വളരെ കുറവായിരിക്കും. ഫസ്റ്റ് സോങ് തന്നെ ഇത്രയും വലിയൊരു ക്രൂവിന്റെ ഇപ്പം. പക്ഷെ ആ പാട്ടാണെങ്കിലും അന്നത്തേക്കാളും ഇന്ന് ഭയങ്കര റെലവെന്റ് ആയിട്ട് ആളുകൾ എടുത്ത് ഒരുപാട് ട്രോൾസിലും മീംസിലും ഒക്കെ കാണുന്നുണ്ട്. ലിറിക്സ് അങ്ങനെയാണല്ലോ, സ്വപ്നം ഒരു ചാക്ക് തലയിൽ അത് താങ്ങി ഒരു പോക്ക്. അതൊരു രണ്ടുപേരും പാടാമോ? പാടാം. അതിന്റെ സന്തോഷ് വർമ്മ സാറാണ് എഴുതിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിറിക് റൈറ്ററാണ്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനറിഞ്ഞ് വിളി കേട്ട് ഇവന് വഴി കാട്ട്. ഒരു കഥ പറയാത്തൊരു കഥ പറയാ, നുണതരി കലരാത്തൊരു കഥ പറയാ. അകലെയാണിവനുടെ കഥയിലെ നാട്, അവിടെയാണിവനുയരരുളിയ വീട്. ഈരടിയായി പാടാം നായകന്റെ ചിരപരിചിതരുടെ മൊഴി. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനറിഞ്ഞ് വിളി കേട്ട്
ഇവന് വഴികാട്ട്. ആ അടിപൊളി. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാന്ന് പറയാൻ നിൽക്കായിരുന്നു. എനിക്ക് ബ്രേക്ക് ചെയ്യുന്നത് കേൾക്കുന്ന ഒരു ആസ്വാദനത്തിന് തടസ്സമാണല്ലോ എന്നുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ്. പക്ഷെ അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഈ ഒരു പാട്ട് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഈ ഒരു പെപ്പി ഒരു സാധനമാണെങ്കിലും ഭയങ്കര നമുക്കിങ്ങനെ ഈ ലിറിക്സ് കൊണ്ട് കുറെ കൂടി ടച്ച് ചെയ്യുന്ന ഒരു സോങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു പാഷൻ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു സിംഗർ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പം എഞ്ചിനീയറിംഗ് എന്നൊക്കെ ഉള്ള നമുക്കൊരു +2 അല്ലെങ്കിൽ ആ +1 +2 ഒക്കെ ആ സമയത്താണ് നമ്മുടെ മനസ്സിലേക്ക് തന്നെ വരുന്നത്. നമ്മൾ ചെറുപ്പത്തിലെ മറ്റേ എഞ്ചിനീയറും ഡോക്ടർ എന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ ബേസിക്കലി നമ്മുടെ ചെറുപ്പം തൊട്ടേ നമ്മുടെ കൂടെയുള്ള സംഭവമാണ് സംഗീതം അല്ലെങ്കിൽ മറ്റു കലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സംഗീതം ഒപ്പം ഉണ്ട്. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ശരിക്കും ഇതിനെ ഫർദർ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ. അങ്ങനെ എൻ്റെ വീട് കാസർഗോഡാണ്. അപ്പോൾ അവിടുന്ന് എറണാകുളത്തുള്ളൊരു കോളേജിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരേണ്ടത് തന്നെ മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം എൻ്റെ നാട്ടിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരോ അങ്ങനെയൊക്കെ വളരെ കുറവാണ്. അപ്പം എറണാകുളത്ത് മറൈൻ ഡ്രൈവിൻ്റെ തൊട്ടടുത്താണെന്ന് വിചാരിച്ചിട്ടാണ് കോതമംഗലത്തുള്ള MA കോളേജിൽ ചേരുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം കോളേജിൽ വന്നതിന് ശേഷം അവിടെ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളും പിന്നെ കുറേ ഫ്രണ്ട്സ് മ്യൂസീഷ്യൻസിനെ കിട്ടി. അപ്പോൾ നമ്മുടെ മൊത്തം ഒരു ടേസ്റ്റ് മാറിയത് അവിടെ നിന്നാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരുപാട് എക്സ്പീരിയൻസസ് വന്നിട്ടുണ്ട് ഈ മ്യൂസിക് കരിയറിന്. അപ്പം പിന്നെ ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തിരുന്നു. ബെസ്റ്റ് ആക്ടർ പാടിയിട്ട് കുറച്ചാൾ എറണാകുളത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ അത് വിട്ടു, ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് തന്നെ ഇറങ്ങി. ഇപ്പോൾ ഒരു പാഷന് കവിഞ്ഞ് എന്താണ് ആ ഒരു ഫാക്ടർ? ലൈക്ക് ഇപ്പം ചിലർ പറയുക നമുക്ക് മണിയാണ് മോട്ടീവാന്ന് പറയാം. അല്ലാതെ എന്താണ് ആ ഒരു മ്യൂസിക് തന്നെ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് കരിയർ ആക്കാം എന്നുള്ള ഒരു ഡിസിഷന് പിന്നിലുള്ള ഒരു ഫാക്ടർ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബോധപൂർവ്വം ഒരു ഡിസിഷൻ എടുത്തതൊന്നും അല്ല അത്. ഞാനീ പറഞ്ഞ പോലെ എനിക്ക് എറണാകുളത്തേക്ക് വരുമ്പോഴും സിനിമ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ആ സമയത്ത് ഒരു വിദൂര സ്വപ്നം തന്നെയാണ്. കാരണം ഇന്നത്തെ പോലെ അത്രയും സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം സിനിമയിലുള്ളത് കുറച്ച് ആൾക്കാർ അത്രേ ഉള്ളൂ. അത് ആ സർക്കിളിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. അപ്പം ആ സമയത്ത് എന്താ പറയുക, ഒരു കരിയർ എന്നുള്ളതിനുപരി ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം എൻ്റെ ഫസ്റ്റ് സിനിമ അപ്രതീക്ഷിതമായിട്ട് ബെസ്റ്റ് ആക്ടർ എന്നുള്ള സിനിമയിൽ കിട്ടുന്നു. അപ്പം ആ പാട്ടിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു പോപ്പുലാരിറ്റി കിട്ടുന്നു. അപ്പം തീർച്ചയായിട്ടും പിന്നെ സിനിമയുടെ രീതിയിലേക്ക് വഴുതി പോവുകയും എന്താ പറയുക, പിന്നെ എനിക്കെല്ലാം പെർക്സ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം ഒരു കേക്ക് വാക്ക് പോലെ തന്നെയായിരുന്നു. ഫസ്റ്റ് പാട്ട് അത്രയും ഹിറ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാട്ടുകൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു 5-6 പടങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ജോലി ഉപേക്ഷിച്ചിട്ട് കംപ്ലീറ്റ്ലി ഇതിൽ ഫോക്കസ് ചെയ്തു. അതങ്ങനെ ഒരു പർപ്പസ്ഫുള്ളി എടുത്തൊരു ഡിസിഷൻ അല്ല, ആ ഒരു ട്രാവലിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു സിംഗർ എന്നുള്ള രീതിയിൽ നിന്ന് ലിറിസിസ്റ്റിലേക്കുള്ള ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? അതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. 2019 എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം ലിറിക്സ് റൈറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ചിട്ട് അങ്ങനെ ലിറിക് റൈറ്റർ ആവുമെന്നോ ആഗ്രഹം ഉണ്ടെന്ന് പോലും പറയില്ലായിരുന്നു. കാരണം എൻ്റെ മൈൻഡിലേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ് രാഹുൽ സുബ്രഹ്മണ്യനും റോജിൻ തോമസ് ഒക്കെ, ഹോമിൻ്റെ ഒക്കെ ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹോമിൻ്റെ ഒക്കെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത്, പ്രൊഡക്ഷനൊക്കെ ആവുന്നതിന് മുന്നേ നമ്മൾ ഒരുമിച്ച് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വെറുതെ ഒരു പാട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഞാൻ എൻ്റെ ഇൻഡിപെൻഡൻറ്റ് സോങ്സ് കുറേ പെട്ടിയിലുണ്ട്, കുറേ എണ്ണം. അപ്പോൾ അതിലുള്ള പാട്ടുകൾ റോജിനും രാഹുലൊക്കെ കേട്ടിട്ട് അവരാണ് എന്നെ കൊണ്ട് എഴുതിക്കണം. അപ്പോൾ അപ്പോഴും അതൊരു കംഫർട്ട് സോണിലിരുന്ന് എഴുതുന്നൊരു സംഭവമായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊരു സീരിയസ്ലി ഞാൻ എടുത്തു തുടങ്ങിയത് ഹൃദയം എന്നുള്ള സിനിമയ്ക്ക് ശേഷമാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ രാഹുലിൻ്റെ വേറൊരു പാട്ട് വിനീതേട്ടൻ പാടിയിട്ട് അങ്ങനെ വിനീതേട്ടൻ വിളിച്ചാണ്. അപ്പോൾ അത് ഭയങ്കര സർപ്രൈസിങ് ആയി. പിന്നെ അത് ദർശന എന്നുള്ള പാട്ടിൻ്റെ ഒരു വലിപ്പം കൂടെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ദർശനയിലേക്ക് ഞാൻ വരാൻ നിൽക്കുകയായിരുന്നു. ഒബ്വിയസ്ലി അത് തൊടാതെ അരുണാല എന്നുള്ള വ്യക്തിയുടെ ഒരു കരിയർ ഒരിക്കലും ലൈക്ക് പറയാതെ പോകാൻ പറ്റില്ലല്ലോ.
ഇപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ ഹോമിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ മുകില് തൊടാനായി എന്നുള്ള ആ ഒരു സോങ്ങില് അതിന്റെ സെക്കൻഡ് സ്റ്റാൻസ് ഇപ്പോൾ നിൻമൊഴിയിൽ ആദ്യമായി എന്നകം മുറിഞ്ഞിതാ നീർന്നു വേനൽ തീ പോലെ എന്നും കണി കാണുവാൻ ഞാൻ കൊതിച്ചുവെങ്കിലും മായുന്നു നീ എങ്ങോ ദൂരെ. അപ്പൊ ആ ഒരു പാട്ടിൽ തന്നെ ഓൾമോസ്റ്റ് ആ ഒരു സ്റ്റോറി ലൈൻ ഫുള്ള് വരുന്നുണ്ട്. ഹോം കണ്ടവർക്ക് തീർച്ചയായിട്ടും അറിയാം. പക്ഷെ ഇപ്പം ഈ ഒരു പാട്ടിന്റെ താഴെ പോയിട്ട് കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ പാട്ട് സിനിമയിൽ വന്നു പോയതേ അറിഞ്ഞില്ല, അത്രയും ഒരു മെൽറ്റിംഗ് ആയിട്ടത് പോയി എന്നുള്ളത്. അപ്പോൾ ഹോമിൽ ആ ഒരു പാട്ട് എന്തായാലും സിംഗറാണ്, അപ്പൊ അത് രണ്ടുപേരും പാടണം. ആക്ച്വലി അത് ഈ പറഞ്ഞത് നല്ല പോയിന്റാണ്. കാരണം റോജിന്റെ സിനിമകളിൽ നമ്മൾ ഇപ്പം മങ്കിപ്പൻ എടുത്തു കഴിഞ്ഞാലും പാട്ടുകൾ വന്നു പോണത് അറിയാറില്ല. കാരണം അവനെപ്പോഴും പാട്ടുകളെ ട്രീറ്റ് ചെയ്യുന്നത് സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പം ഡയലോഗ്സിൽ പറയേണ്ടാത്ത കാര്യങ്ങൾ അവൻ പാട്ടിലൂടെ പറയാൻ പറയും. അപ്പം നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റുന്നത്. മധുചേട്ടൻ സൂപ്പറായിട്ട് പാടിയ പാട്ടാണ്, ഞാൻ എന്നാലും ശ്രമിക്കുക. നിൻമൊഴിയാലാദ്യമായി എന്നകം മുറിഞ്ഞിതാ നീറും വേനൽ തീ പോലെ എന്നും കണി കാണുവാൻ ഞാൻ കൊതിച്ചുവെങ്കിലും മായുന്നു നീങ്ങു ദൂരെ എൻ വിരലിലായി വിരൽ കൊരുത്തന്നു തേടി നാൾ വഴിയിൽ നീ പുലരികൾ ആരവമൊഴിഞ്ഞേകനായി ഇന്നു ഞാനും നീ നിറയുന്നു എന്നിലെ ഈ ഓർമ്മക്കൂട്ടിൽ. ഈ ക്ലോസ് ആയിരുന്നു കേൾക്കുക, ഭയങ്കര ഫീലുള്ളൊരു സംഭവമാണ്. സിംഗർ എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയത് നമോസ്തുതേ എന്നുള്ള തട്ടത്തിൻ മറയത്തിലെ ഒരു സോങ് ആയിരുന്നു, ശ്വേതാംബരധരി ദേവി. അതിപ്പോഴും ഈ പറഞ്ഞ പോലെ റീൽസിലൊക്കെ ട്രെൻഡിങ് ആണ്. ഞാനിപ്പോൾ അരുൺ ആലാട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു റിസർച്ച് സ്വാഭാവികം നടത്തണമല്ലോ, അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും ഇതുപോലെ ഇപ്പോഴും ട്രെൻഡിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ നമോസ്തുതയുടെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? നമോസ്തുത ഈ പറഞ്ഞ പോലെ വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു ഡ്രീം കോംബോ ആയിരുന്നു ശരിക്കും. അതിനു മുന്നേ കോഫി അറ്റ് എം ജി റോഡ് എന്നുള്ള ആൽബം, പലവട്ടം, അങ്ങനെ ഒരുപാട് ഒരു ഡിജിറ്റൽ സെൻസേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ്. എന്നുവെച്ചാൽ അവരുടെ പാട്ട് ഒരു ദിവസം കൊണ്ട് ഇത്ര വ്യൂസ്, അപ്പോൾ നമുക്കൊരു ഭയങ്കര കൗതുകമായിരുന്നു. അപ്പം സ്വപ്നമുർജ കഴിഞ്ഞതിന് ശേഷം ഒരു വനിതാ ഫിലിം അവാർഡ്സിന്റെ സമയത്ത് വിനീതനെ ഞാൻ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് അരുൺ എന്നാണ്, സ്വപ്നമുർജ അരുൺ നേളാട്ടല്ലേ, അങ്ങനെ ആൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഈ തട്ടത്തിൻ മറയത്തെന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഷാൻക വിളിക്കുന്നത്, വെച്ചിട്ടൊന്ന് വോയിസ് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് കോഴിക്കോട് നാട്ടിൽ പോകുന്ന സമയത്ത് കോഴിക്കോട് ഷാൻകയുടെ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് പാടി. അതിൻ്റെ നെക്സ്റ്റ് ഡേ അവരത് ഓക്കെ പറഞ്ഞു. പിന്നെ എറണാകുളത്ത് നിന്ന് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ ക്ലീനായിട്ട് പാണ്ട് ഒരുപാട് സമയം എടുത്ത് റെക്കോർഡ് ചെയ്തതാണ്. നല്ല ക്ലീനായിട്ട്, എൻ്റെ വോയിസ് കുറച്ച് സ്ക്രാച്ച് ഒക്കെ ഉള്ളൊരു വോയിസാണ്. അതൊക്കെ ക്ഷമയോടെ ഇരുന്ന് എന്നെ ക്ഷമിച്ച് റെക്കോർഡ് ചെയ്ത പാട്ടാണത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സൽ സോങ് ആണ് അത് ശരിക്കും. ഏത് കാലത്തും നമുക്ക് ഒരു ഒക്കേഷൻ ആണെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു പാട്ടാണ്. ഞാൻ ഡാൻസും കളിക്കുമായിരുന്നു. അപ്പോൾ ഡാൻസിന് നമ്മൾ ഈ രംഗപൂജക്കൊക്കെ ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്ന ഒരു സോങ് ആണിത്. അതേപോലെ പാടാനാണെങ്കിലും നമ്മൾ ഈ ഒരു സരസ്വതി പൂജ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ഒക്കേഷനൊക്കെ പാടാനാണെങ്കിലും അതിലും ഈ പാട്ട് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതിൻ്റെ എന്തായാലും ഒരു രണ്ടുപേരി. പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ നമോസ്തുതേ. അടിപൊളി അടിപൊളി. ചേട്ടനെ നമ്മൾ കാണുമ്പോഴേ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ചിരിയൊക്കെ ഉള്ള ഒരാളാണ്. പേഴ്സണലി ഇങ്ങനെ ഭയങ്കര കാമായിട്ടുള്ള ഒരാളാണ്. അത്യാവശ്യം കാമ ആണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പാട്ടുകൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ അറിയായിരിക്കും, പക്ഷെ എൻ്റെ ഫേസ് അറിയുന്നവർ വളരെ കുറവായിരിക്കും. കുറച്ച് എന്താ ഒരു ഹാഫ് ഇൻട്രോവേർട്ടാണ്. ഇനി നമ്മുടെ ലിറിക്സ് ജേർണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദർശന
ഒബ്വിയസ്ലി. അപ്പോൾ അതിലേക്ക് വിനീതേട്ടൻ ഇപ്പം നേരത്തെ പറഞ്ഞു. അപ്പം ഞാൻ അതിലൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആദ്യം ചെയ്ത ട്യൂണ് സെറ്റ് ആയിട്ടില്ലായിരുന്നു, ഹിഷാം ചേട്ടൻ ചെയ്ത ആദ്യത്തെ ട്യൂൺ സെറ്റ് ആയില്ല. എന്നിട്ട് വിനീതേട്ടൻ ഒരു ലീഡ് ഇങ്ങനെ കൊടുത്തു, ടും ടും ടും, ആ സാധനം ഇങ്ങനെ ഇട്ട് കൊടുത്തു. അവിടുന്ന് ചേട്ടൻ അപ്പം തന്നെ എഴുതിയ ലിറിക്സ് വെച്ചിട്ട് പാടിയതാണ്. അല്ല, അങ്ങനെ എഴുതിയല്ല. ആക്ച്വലി എനിക്ക് ട്യൂണ് ഫൈനലൈസ് ചെയ്തതിനു ശേഷമാണ് കിട്ടിയത്. ആണല്ലേ? അപ്പം എനിക്ക് കുറച്ചും കൂടെ ഈസി അതാണ്. കാരണം പാട്ട് ആദ്യം എഴുതുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. കാരണം എന്താ പറയാ, എനിക്ക് അതിനെ സംബന്ധിച്ചിട്ടൊരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കേൾക്കുമ്പോഴാണ് കൂടുതൽ ഒരു എഴുതാനുള്ളൊരു ഫീല്, വൈബ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് പാട്ട് തരുമ്പോൾ ഫുൾ പാട്ടായിട്ട് തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ദർശന എന്നുള്ള വേർഡും ഉണ്ടായിരുന്നു, അത് നിർബന്ധമായിട്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പം ദർശനനെ വിളിച്ചിട്ട് ബാക്കി എന്ത് അറിയണം എന്നുള്ളതാണ് എനിക്ക് ഉണ്ടായിരുന്ന ചലഞ്ച്. അപ്പം എന്താ, ഭയങ്കര ക്രിഞ്ച് ആവാനും പാടില്ല, ഒന്നാമത് പേര് വിളിക്കണതാണല്ലോ. അപ്പം അതെങ്ങനെയാ സംഭവിച്ചെന്ന് ആ ട്യൂൺ കേട്ടപ്പോ തന്നെ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു, എന്തായാലും ഒരു ആൾക്കാർ ശ്രദ്ധിക്കുന്ന പാട്ടായി. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സൗണ്ടിങ് ആയിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും വിനീതേട്ടന്റെ പടത്തിലെ പാട്ടുകൾ വരുമ്പോൾ ആൾക്കാർ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന പാട്ടുകളാണ്. അപ്പൊ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും വലിയൊരു ബാങ്ക് ആയി മാറുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും ഇതുപോലെ പാടാനൊക്കെ ഇരിക്കുമ്പോ ഒന്നാവാ ബാക്കി അറിയില്ല ആർക്കും, അട്ട് ലാസ്റ്റ് വീണ്ടും ദർശന അതിലാണ് വരിക. അത് ഭയങ്കര ഹാപ്പി ആയൊരു ലൈഫ് മൊമെന്റ് ആണ് ശരിക്കും. അപ്പൊ അതില് എന്തെങ്കിലും ഒരു മെമ്മറിയോ എന്തെങ്കിലും? അതില് മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാല് പേടിപ്പിക്കുന്ന മെമ്മറിയാണ്. കാരണം വിനീതേട്ടൻ തന്നെ ഒരു ലിറിക് റൈറ്ററാണ്, എന്താ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, സിംഗറാണ്, കമ്പോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി പാട്ട് എഴുതുമ്പോൾ ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. കാരണം ഞാൻ ആദ്യം എഴുതുമ്പോഴും ഇത് റിജക്റ്റ് ആവുക എന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുതിയത്. കാരണം എന്നാലും വിളിച്ചല്ലോ, അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് എടുത്തിട്ടാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ ഫസ്റ്റ് ലിറിക് തന്നെ ഓക്കെ ആയിരുന്നു, ഫെയർ ആയി. അതിലും സത്യം പറയുകയാണെങ്കിൽ ആ പല്ലവി പോർഷനൊക്കെ ഞാൻ എഴുതിയത് വിനീതേട്ടൻ പറയുന്നുണ്ടെങ്കിൽ മാറ്റാന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. കാരണം ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് കാർ ഓടിച്ച് പോകുമ്പോഴാണ് ആ പാട്ട് എഴുതുന്നത്. അപ്പം കാറിൽ ഇങ്ങനെ കേട്ട് കേട്ട് പല സ്ഥലത്ത് നിർത്തി അങ്ങനെ എഴുതിയിട്ടാണ് പോകുന്നത്. നാട്ടിലെത്തിയിട്ട് അയച്ചു കൊടുത്തിട്ടൊരു മെസ്സേജ് കണ്ടു, പക്ഷെ ഒരു 10-20 മിനിറ്റ് ഒന്നുമില്ല, റിപ്ലൈ ഒന്നുമില്ല. ബ്ലൂടിക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ റിപ്ലൈ കിട്ടുന്നത്. അപ്പൊ വിളിച്ചു. അപ്പം വിനീതേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞു, വിനീതേട്ടൻ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, പല എനിക്കിത് കംപ്ലീറ്റ്ലി വർക്ക് ആയിട്ടുണ്ട്, അരുൺ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ അതൊന്നും ചെയ്തില്ല, അതങ്ങനെ തന്നെ. അതെ, അതുപോലെ തന്നെയാണ് അതിൽ ഇടയിൽ വരുന്നൊരു പോർഷൻ ഉണ്ട്. അപ്പൊ അത് ആക്ച്വലി സംസ്കൃതം വേണമെന്നാണ് പറഞ്ഞത്, സംസ്കൃതം പോലെ എന്തെങ്കിലും വേണമെന്നാണ്. പക്ഷെ ആ സംസ്കൃതം അറിയില്ല സ്വാഭാവികമായിട്ട്. അപ്പം ആദ്യം തന്നെ സേഫ് സോൺ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും വാക്കുകൾ തപ്പി അതൊരു പോർഷൻ എഴുതി വെച്ചു. അതും നഫസിൽ പൂർണ്ണ. അതെ, അതൊക്കെയാണ് അതിന്റെ. പിന്നെ ഭയങ്കര ഹാപ്പിയാണ് അതിൽ വർക്ക് ചെയ്തതിൽ. അത് ഈ പറഞ്ഞ പോലെ കുറച്ച് കട്ടിയുള്ള വാക്കുകൾ കണ്ടുപിടിക്കാന്നുള്ളത് ഭയങ്കര ഇല്ല. അതിലൊരു ഗുണം എന്ന് വെച്ചാൽ ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഡമ്മി പാടിയിടുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലുള്ള ഒരു സൗണ്ടിങ് പാടിയിടും. അപ്പം അതില് ഹിഷാം എന്ന് തപസേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പാടിയേക്കുന്നത്. അപ്പൊ എനിക്കത് കേൾക്കുന്നത് നബസ്. കാരണം അവിടെ ദർശന ഒരുങ്ങുന്നതും പൊട്ടുവിടുന്നതും അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് എനിക്ക് പറഞ്ഞു തരുന്നത്, അവളുടെ ഫേസിനെ ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ. അപ്പൊ അങ്ങനെയാണ് പെട്ടെന്ന് വന്നു. അത് ആ ഒരു സംഭവം തന്നെയല്ലേ സർവം സദാ അത് ആ ഒരു പോർഷൻ വെച്ചിട്ട് വേറൊരു പാട്ടുണ്ടാക്കി. അത് കാസറ്റിന്റെ ലിസ്റ്റ് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് സർപ്രൈസ് ആയിരുന്നു. പിന്നെ ആ വേർഡും സർവം സദാ എന്നുള്ള വേർഡ്സ് നമുക്ക് ദർശന പാടണോ? പാടാതൊരു കളിയില്ല, മ്യൂസിക് സ്റ്റോറീസ് ആണല്ലോ. നീ പോകും വഴി വരം കാത്തു നിന്നു, ഒരു നോക്കു നൽകാതകന്നു നീ, ഓർക്കുന്ന നേരം കനലാണ് നെഞ്ചിൽ, മറുവാക്ക് ചൊല്ലാത്തതെന്തേ, ഏതൊരാഴത്തിൽ മൂടി വച്ചാലും അഴകേ, മനസ്സു തേടിയെത്തുന്നു നിന്റെ ഈ പുഞ്ചിരി, നീയാ മധുവേ നുകരാൻ കാത്തു ഞാൻ ദർശന. അത് ഹിഷാമിന്റെ പാട്ടാണ്, അത് വേറെ ആരും പാടാതിരിക്കണതാണ് നല്ലത്.
പക്ഷെ അത് ഭയങ്കര ഒരു വൈബായിരുന്നു ആ ഒരു സോങ്. ഫസ്റ്റ് വരുമ്പോ നമുക്ക് കേൾക്കുമ്പോഴാണെങ്കിലും കുറെ ട്രോളുകളും ഉണ്ടായിരുന്നു. കുറെ ഫാൻസ് ഉണ്ട് Fans ഒരുപാടുണ്ട്. വിളിച്ചിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തും അങ്ങനെ. അയ്യോ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു പണ്ട് കുഞ്ചാക്കോവനൊക്കെ മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതലും അപ്രോച്ചബിൾ ആയില്ലേ എല്ലാവരും. അപ്പൊ മെസ്സേജ് ഞങ്ങള് ഫോളോ ചെയ്യുന്നുണ്ട് കുറെ നാളായിട്ട്. ആണോ? അയ്യോ. ഇന്ന് ഞാൻ നോക്കാം. അങ്ങനെ. പിന്നെ അതുപോലെ ചേട്ടൻ ഇപ്പം ലിറിസിസ്റ്റ് ആണ്, അതുപോലെ സിംഗറാണ്. അപ്പം ഒരു സിറ്റുവേഷൻ പറഞ്ഞ് എഴുതാൻ പറഞ്ഞാലാണോ എളുപ്പം, അല്ലെങ്കിൽ മ്യൂസിക് കിട്ടിയിട്ട് എഴുതുന്നതാണോ എളുപ്പം? എന്താണ് കമ്പാരിറ്റീവ്ലി? മ്യൂസിക് കിട്ടിയിട്ട് സിറ്റുവേഷൻ പറഞ്ഞു തരുന്നതാണ് എളുപ്പം. എന്നുവെച്ചാൽ ചില ഡയറക്ടേഴ്സ് പ്രോപ്പറായിട്ട് ഒരു സ്റ്റാൻസയിൽ എന്ത് വേണം, ഇപ്പൊ ഞാൻ പറഞ്ഞ ഹോമിലെ പാട്ടൊക്കെ അങ്ങനെ എഴുതിയത്. അതുകൊണ്ടാണ് ഇന്ദ്രൻസിന്റെ ക്യാരക്ടറായിട്ട് മാച്ച് ചെയ്ത് പോകുന്നത്. ഇപ്പം ദർശനാണെങ്കിലും ഫസ്റ്റ് പല്ലവിയിൽ ആള് കണ്ടു, ഇഷ്ടപ്പെട്ടു, പിന്നെ അവന്റെ ഫീലിങ്സ് ആണ്. അനുപല്ലവി ആകുമ്പം ആ BGM വരുന്ന ഭാഗത്ത് പ്രപ്പോസ് ചെയ്തു, റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ അനുപല്ലവിയിൽ അതാണ് നീ പോകും വഴിയിൽ വരാം, അവൻ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നാൽ ഭയങ്കര എളുപ്പമാണ് എഴുതാൻ വേണ്ടി. അല്ലാതെ ഇപ്പൊ ഒരു ട്യൂണ് മാത്രം കിട്ടിയിട്ട് ഇവര് പ്രേമത്തിലാണ് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാല് അപ്പോഴാണ് ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരിക. മറ്റേതാകുമ്പോ നമുക്ക് അവരെ വിഷ്വലൈസ് ചെയ്ത് എഴുതാൻ പറ്റും. അത് അങ്ങനെയാണ് എളുപ്പം. ഇപ്പൊ ഒരു സിംഗർ അല്ലെങ്കിൽ ലിറിസിസ്റ്റ്, ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് ചൂസ് ചെയ്യും? ഞാൻ മ്യൂസിക് ടോട്ടലി സോങ്സ് ആണ് എൻ്റെ. മ്യൂസിക് എന്നും പറയുന്നില്ല. മ്യൂസിക് എന്ന് പറയുമ്പോൾ എല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളായിരിക്കണം. ഞാൻ അങ്ങനെയല്ല, പാട്ടുകളാണ് എനിക്കിഷ്ടം. എന്തെങ്കിലും ഒരു കഥ പറയുന്ന മ്യൂസിക് ആണ് ഇഷ്ടം. അപ്പം സിംഗിങ് ഇഷ്ടമാണ്, പക്ഷെ സിംഗിങ് കുറച്ചും കൂടെ എന്താ റിസ്കി പണിയാണ് ശരിക്കും. കുറച്ചും കൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. കഴിക്കുന്ന അതെ, ഇപ്പൊ തന്നെ രാവിലെ പാടുമ്പം എന്താ മൊത്തം പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാവും. എഴുതുമ്പോ പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടും. കാരണം ഒരു 2-3 ദിവസം തന്നിട്ടാണ് പാട്ട് എഴുതി കൊടുക്കുന്നത്. റെക്കോർഡിംഗ് ആകുമ്പോൾ നമ്മൾ അവിടുത്തെ മൂഡും ഒക്കെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കണ സ്റ്റുഡിയോയില്. പിന്നെ എല്ലാവരും സ്റ്റുഡിയോയിൽ പാടാൻ എളുപ്പമെന്ന് പറയും, പക്ഷെ സ്റ്റുഡിയോയിലാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. കാരണം ലൈവ് നമ്മൾ പാടുമ്പം കൊറേയൊക്കെ ആ വൈബിൽ അങ്ങ് പോകും. പക്ഷെ സ്റ്റുഡിയോയിൽ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ വീട് കാസർഗോഡാണ്, അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ട്? എല്ലാരും ഇവിടെയാണോ? ഞാനും വൈഫും ഇവിടെ ആയിരുന്നു. ഇപ്പം എനിക്കൊരു കൊച്ചുണ്ട്, പിന്നെ അപ്പനും അമ്മയുണ്ട്, ചേച്ചിയും ഫാമിലിയും ബാംഗ്ലൂർ സെറ്റിൽഡാണ്. ഞാനും വൈഫായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞുള്ളൂ. അപ്പം ഇപ്പൊ കുറച്ച് നാളായിട്ട് നാട്ടിൽ തന്നെ. വൈഫ് ഈ ഫീൽഡിലാണോ? എഞ്ചിനീയർ അല്ല, വൈഫ് മൈക്രോബയോളജിസ്റ്റ് ആണ്. ആള് ഡാൻസ് ചെയ്യും, ആർട്ടുമായിട്ട് ബന്ധമുണ്ട്. കുട്ടിയുടെ പേര് പേരിട്ടിട്ടില്ല. ലിറിക്സ് എഴുതാൻ നേരത്ത് നമ്മള് പണ്ട് പാട്ടുകൾക്കൊക്കെ ഇപ്പൊ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ ദേവകന്യക ആ സോങ് ഒക്കെ ഭയങ്കര ലൈക്ക് അതിൽ ആ ഗ്രാമത്തെ അതിൽ കവിഞ്ഞൊരു വർണ്ണന ഇല്ല. അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ പ്രണയമാണെങ്കിലും ഇപ്പോൾ ആരും കൊതിക്കുന്നുള്ള ഒരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞത്, അതുപോലെ ഇഷ്ടം പോലെ വരികളുണ്ട്. വരികൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ കവിഞ്ഞൊരു ഹുക്കപ്പ് ലൈനിലേക്ക് പാട്ടുകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസിഷനെ എങ്ങനെ ചേട്ടൻ കാണുന്നത്? അതാണോ, ഐ മീൻ പഴയ ഒരു കാലമായിരുന്നു ബെറ്റർ? തന്തവയല്ല എങ്കിലും പഴയ പാട്ടുകൾ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ തൊട്ട് മുന്നത്തെ ജനറേഷൻ എപ്പോഴും പറയും. ഞാൻ മുമ്പ് തന്നെ ഒരു ചർച്ച ഉണ്ടായിരുന്നു ഇങ്ങനെ മ്യൂസിക്കിന്റെ, ഞാനൊക്കെ വന്ന സമയത്ത്. അപ്പൊ എല്ലാവരും പറയും പഴയ പാട്ടുകളാണ് നല്ലത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉള്ള ചെറിയ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് ഇഷ്ടമുള്ളത് അവരുടെ സമയത്തുള്ള പാട്ടുകളായിരിക്കും. ഇപ്പം എനിക്ക് പണ്ട് നസീർ സാറിന്റെ കാലഘട്ടത്തിലുള്ള പാട്ടുകളെക്കാളും എനിക്കിഷ്ടം മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കാലത്തുള്ള പാട്ടുകൾ. ഈ പറഞ്ഞ പോലെ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ, അല്ലെങ്കിൽ ജോൺസൺ മാഷ് വരെയും പോവാം. അതിന് പിന്നോട്ടുള്ള പാട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളില്ല. പക്ഷെ എൻ്റെ ഫാദറും മദറൊക്കെ ആണെങ്കിൽ അവര് ആ പാട്ടുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. ഇപ്പൊ എൻ്റെ നെഫ്യൂ ഒക്കെ ഉണ്ട്, അപ്പൊ അവനൊക്കെ ഇതൊന്നുമല്ല അവന്റെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഒരു ഹുക്ക് ലൈൻസിന്റെ സംഭവം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസും കാര്യങ്ങളും ഷോർട്സ് ഒക്കെ വന്നതിന് ശേഷമുള്ള ഒരു ട്രെൻഡാണെന്ന് തോന്നുന്നു. അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനിടയിൽ നല്ല പാട്ടുകൾ പാട്ടായിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്ന പോലത്തെ പാട്ടുകൾ മിസ്സായി പോകുന്നതിൽ വിഷമം തോന്നാറുണ്ട്. പിന്നെ ഓരോ സമയത്തൊരു ട്രെൻഡാണ്. ഇപ്പം ഒരു ഹിപ്പ് ഹോപ്പ് തരംഗമുള്ള സമയമാണ്. അപ്പം ഒരുപാട് ട്രാക്കുകൾ അങ്ങനത്തെ വരുന്നുണ്ട്. അതും എൻജോയ് ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല പാട്ടുകളും ആളുകൾ കേൾക്കണം.
ഇപ്പം ഒരു നമ്മൾ എന്താ പറയുക, ഞാൻ എപ്പോഴും വിചാരിക്കുന്നതിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, മൂവിയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ പോലും ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ അതുപോലെ പല ഫാക്ടേഴ്സ് കൊണ്ടാണ് നമുക്കിതിൽ തുടർന്ന് പോകാൻ പറ്റുക. ഇപ്പം നമ്മൾ ഫസ്റ്റ് വരുന്ന ഒരു മൂവ് ഭയങ്കര ബാങ് ആണെങ്കിലും ഇതിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചേട്ടന് എന്താ തോന്നുന്നത് അതിനോട്? ബട്ട് ചേട്ടൻ്റെ കാര്യം ഇപ്പം നോക്കുമ്പോൾ ബാക്ക് ടു ബാക്ക് എല്ലാ വർഷവും പാട്ടുകളുണ്ട്, അതിലും ഹിറ്റ്സ്, ഒത്തിരി ഹിറ്റ്സ് ഉണ്ട്. അപ്പോൾ എങ്കിലും ഞാൻ ചോദിക്കുന്നുണ്ടോ? എനിക്ക് തന്നെ ഇപ്പം ഞാൻ പാടുന്ന പാട്ടുകൾ ഇപ്പം വളരെ കുറവാണ്. ഒരു കൊല്ലം 1-2 പാട്ടുകളൊക്കെയാണ് പാടുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം എൻ കനവിൽ നിന്നുള്ളൊരു സോങ് ഉണ്ടായിരുന്നു 4 ഇയേഴ്സിലുള്ള. ഈ വർഷം ഇപ്പം ഒരു ഇഫ്തി മ്യൂസിക് ചെയ്തൊരു പാട്ട് പടം റിലീസാകാൻ പോകണേ ഉള്ളൂ. അങ്ങനെ പക്ഷെ നല്ല പാട്ടിലാണ് കിട്ടുന്നത്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കുള്ളൂ. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ ട്രെൻഡുകൾ മാറുന്നു, അതുപോലെ തന്നെ വോയിസ്. ഇപ്പം ഞാനും ഇപ്പം എൻ്റെ മിഡ് 30s ആണ്. അപ്പം നമ്മൾ നോക്കുമ്പം 20s ആൾക്കാർ വരും. ഞാൻ സ്വപ്ന മുരുജാക്ക് പാടുന്ന 21 വയസ്സിലാണ്. അപ്പം അങ്ങനെയുള്ള യങ് വോയിസുകൾ വരുന്നു, ട്രെൻഡുകൾ മാറുന്നു, നല്ല സിംഗേഴ്സ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സൈഡിലേക്ക് പോകും സിനിമയുടെ കേസിൽ. പക്ഷെ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആണ് ഒരു അൾട്ടിമേറ്റ് സോൺ എന്ന് പറയുന്നത്. ശരിക്കും അതിന് നമുക്ക് ഒരു ഏജ് ലിമിറ്റോ റിട്ടയർമെന്റോ ഇല്ല. ഇപ്പം ലക്കി അലി ആണെങ്കിലും ഇപ്പോഴും ആള് ഫെസ്റ്റിവൽസിന്റെ പാട്ട് പാടി നടക്കുകയാണ്. വെച്ചാൽ അതാണ് ഞാൻ സ്വപ്നം കാണുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളുടെ ഒരു ഇറക്കാനുള്ളൊരു ശ്രമത്തിലാണിപ്പം. ഇപ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് 2-3 റിലീസ് ഇപ്പം ആക്ച്വലി റിലീസ് ചെയ്ത് ഞാൻ ഇറക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ സൈനയുടെ തന്നെ ചെയ്തിട്ടുള്ള ദേശാടനം ഇൻസ്റ്റാഗ്രാം 1 മിനിറ്റ് മ്യൂസിക് എന്നുള്ള ചെറിയൊരു സ്പാട്ടായിരുന്നു. അല്ലാണ്ട് ഒരു നവമലയാളം എന്ന് പറഞ്ഞിട്ട് സോങ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതും ഒരു പരീക്ഷണാർത്ഥം ഇറക്കിയ സംഭവമാണ്. അല്ലാണ്ട് ഞാൻ ചെയ്തു വെച്ച കുറച്ച് പാട്ടുകളുണ്ട്. അപ്പോൾ അത് മെല്ലെ ഇറക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഓക്കെ. ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് നമ്മൾ വിചാരിക്കുന്ന ഒരു റെസ്പോൺസ് ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടണം എന്നില്ല. ഇപ്പം നമ്മൾ വിചാരിക്കും ഇത് ആരും ഏറ്റെടുക്കില്ല വിചാരിക്കും, പക്ഷെ അത് ഭയങ്കര ബാങ് ആയിട്ട് മാറുന്ന അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല? സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട്, ഇപ്പം ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആയാലും അല്ലാതെയുള്ള ഏതെങ്കിലും ഇപ്പം മൂവിയിൽ പാടിയതാണെങ്കിലും അത്ര പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആളുകൾ ഏറ്റെടുത്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയ പാട്ടുകൾ? എനിക്ക് ഇന്നലെ എന്നുള്ള പാട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ പാടി വന്നപ്പോൾ എനിക്കത് നന്നായിട്ട് പാടിയെന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് നന്നായിട്ട് വന്നു. അല്ലാണ്ട് എനിക്ക് എഴുതിയ പാട്ടുകളിൽ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കണ്ണിൽ കണ്ണിൽ എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ റീസെന്റ് ഹായ് നാനയിൽ ഇതളെ എന്ന് പറഞ്ഞിട്ടൊരു സോങ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും ആൾക്കാർ കേൾക്കുന്ന, കാരണം അതൊരു സിറ്റുവേഷണൽ സോങ്ങാണ്, ഒരു പ്രൊമോഷന് വേണ്ടി അങ്ങനെയൊന്നും ചെയ്യുന്നൊരു സോങ് അല്ല. പക്ഷെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര റീൽസും കാര്യങ്ങളും അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ റീലുകളുടെ ഒക്കെ അപ്പം അതും എന്താ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് എഴുതിയ പാട്ടല്ല, പക്ഷെ അത് അടിപൊളിയായിട്ട് വന്നു. ഇപ്പൊ കണ്ണിൽ കണ്ണിലേക്ക് ആ ഒരു സോങ് ഞാൻ തുടക്കത്തിൽ അത് പാടിയെങ്കിലും അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ്. അതിലെ ലിറിക്സ് ആണ് നമ്മൾക്ക് കൂടുതൽ ഒരു ഇത്. ഇപ്പൊ അത് പക്ഷെ ഇതുപോലെ ട്യൂൺ കിട്ടിയിട്ട് ഓൾറെഡി ലിറിക്സ് ഉണ്ടായിരുന്ന ഒരു വേറെ ലാംഗ്വേജ് ആണെങ്കിൽ ലിറിക്സ് ഉണ്ട്, അപ്പൊ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തമിഴൊക്കെ ആണെങ്കിലും ഇല്ല, തമിഴും മലയാളമൊക്കെ ഒരുമിച്ചാണ് എഴുതുന്നത്. ആക്ച്വലി ഫസ്റ്റ് തെലുങ്കാണ് ഉണ്ടാക്കിയിട്ടുള്ള പാട്ട്. അപ്പം ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസിന് മുന്നേ തന്നെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ഡയറക്ടറാണ് സംസാരിക്കുന്നത്, മ്യൂസിക് ഡയറക്ടർ സംസാരിക്കുന്നു, അതിൻ്റെ ഡയറക്ടർ സിറ്റുവേഷൻ ഡയറക്ടറായിട്ട് പറഞ്ഞിരുന്നു. അല്ലാതെ ഇപ്പം അവിടുന്ന് ഒരാളത് ഒരു കോൺട്രാക്ട് പോലെ എടുത്തിട്ട് ഇവിടുന്ന് അങ്ങനെയല്ല ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ പാട്ട് എഴുതുന്ന പോലെ തന്നെയാണ്. ഈ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ടേ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം കണ്ണിൽ കണ്ണിൽ പക്ഷേ എനിക്ക് തെലുങ്ക് വേർഷനാണ് കേൾക്കാൻ തോന്നുന്നത്, പക്ഷെ അത് നമുക്ക് അറിയില്ല. അപ്പം തന്നെ പാടുന്ന പോലെ തന്നെയാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൽ ചില സൗണ്ടിങ് വേർഡ്സ് മാച്ച് ചെയ്യാൻ നോക്കും, അല്ലാതെ മീനിങ് വൈസ് ഒന്നും നോക്കിയിട്ടില്ല. അതിന്റെ കാലം നമ്മിൽ തന്നൊരേ വരം സുദീപ്തമി സ്വയംവരം സ്വപ്നം പോലെ നീ സമാഗമം മനം മുഖം സുഹാസിതം ഉയിരുകളലിയുന്നുവോ മുകിൽ കുടഞ്ഞ മാറി ഇനി അനുരാഗമാ മധുരമറിഞ്ഞിടാ വിരലുകൾ കോർത്തിടാം അരികിലിരുന്നിടാം സദാ കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി
ഈ സുദിനമാനന്ദമായി. ആ സൂപ്പർ. ഇതുപോലെ ചേട്ടനെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഉള്ളതാണ് ഫിലിപ്സ് ആൻഡ് മങ്കി പല്ലേ വിണ്ണിലെ താരകം. അത് ആ ഒരു മൂവി തന്നെ ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്പെരിമെന്റൽ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ അതൊരു ഭയങ്കര ഒരു ഡിഫറെന്റ് ഒരു ജേണർ ആയിരുന്നു. അപ്പോൾ ആ ഒരു മൂവിയിലേക്ക് എങ്ങനെയായിരുന്നു വന്നത്? ഞാൻ തട്ടത്തേം പറയത്ത് അതിലൊരുപാട് പുതിയ സിംഗേഴ്സിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഞാന്, രാഹുൽ സുബ്രഹ്മണ്യൻ, ദിവ്യ എസ് മേനോൻ, സച്ചിൻ വാര്യർ, രമ്യ പാടുന്നതിൽ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എല്ലായിടത്തും. അപ്പം എൻ്റെ നമോസ്തയുടെ റെക്കോർഡിങ്ങിന്റെ സമയത്ത് രമ്യയും രാഹുലും കൂടെ സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് രാഹുലിനെ കാണുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് കമ്പനിയായി. രാഹുൽ അതിൽ അനുരാഗ് എന്നുള്ള പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ രാഹുൽ നമ്മൾ മീറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് രാഹുൽ ഇങ്ങനെ മങ്കിപ്പൻ എന്ന് പറഞ്ഞിട്ട് സിനിമ മ്യൂസിക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എറണാകുളത്ത്. അപ്പോൾ ഞാൻ ജോലി കഴിയുമ്പോൾ എഞ്ചിനീയറായിട്ട്. അപ്പോൾ ജോലി കഴിയുമ്പോൾ അവൻ വന്നിട്ട് പിക്ക് ചെയ്യും. എന്നിട്ട് അവൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് അവൻ കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ കൂട്ടി ഗിറ്റാർ വായിക്കും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അങ്ങനെയാണ് ആ ഒരു ഗ്രൂപ്പിൽ പെടുന്നത്. അപ്പോൾ ഇടയ്ക്ക് റോജിൻ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫുഡും കൊണ്ടുവരും. അപ്പോൾ നമ്മളങ്ങനെ സംസാരിക്കും. അങ്ങനെയാണ് പിന്നെ ആ സിനിമയുടെ റെക്കോർഡിങ് സമയത്ത് രാഹുൽ പറഞ്ഞു ഈ പാട്ട് ഞാൻ പാടാന്നുള്ള രീതിയിൽ തീരുമാനിക്കണം. അപ്പോൾ രാഹുലിന്റെ മൂവി ലൈഫിൽ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന പാട്ട് എൻ്റെ വോയിസ് ആണ്. ചെന്നൈയിൽ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തത്. അപ്പം അതൊരു ഹോം മെയ്ഡ് പാട്ടാണ് ശരിക്കും. കാരണം എല്ലാം നമ്മൾ കൂടെയുള്ളവരാണ്. അപ്പോൾ മങ്കി പെന്നിലേക്ക് അങ്ങനെയാണ് എത്തുന്നത്. അതിനുശേഷം റോജിന്റെ പടത്തിലാണെങ്കിൽ എല്ലാ പടത്തിലും ഞാൻ എന്തെങ്കിലും ഒരു രീതിയിൽ ഭാഗമായിട്ടുണ്ട്. ഇപ്പം ഹോമിലാണെങ്കിൽ അല്ലെങ്കിൽ അതിന് മുന്നേ ജോയിൻ ദ ബോയ് എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു. ഹോമിൽ എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഹോമില പാടിയത് ഇതാ വഴിമാറിയോടെന്ന്. ഞാൻ മിനിതറിനും കൂടിയാ പാടിയ. ഹോമില് അതിന്റെ ഞാനല്ല എഴുതിയ. ഞാൻ എഴുതിയിരിക്കുന്നത് ഒന്നുണർന്ന് വന്ന കാർത്തിക് പാടിയൊരു പാട്ടാണ്. പിന്നെ മുഖ്യതോടെ